പേര് ആൻസി ബിജു. ഞാൻ കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫോറോന ഇടവാംഗമാണ്. ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു അങ്കമാലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പം ഒത്തിരി വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം നമുക്ക് വിദേശത്തേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് ഞാൻ ആദ്യം ഒത്തിരി ഇൻ്റർവ്യൂകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും സെലക്ഷൻ ആയിട്ടില്ല. അന്നേരം ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അയർലൻഡിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് മാതാവിൻ്റെ കാശുരൂപവും പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇൻ്റർവ്യൂ, ഫോണിൽ കൂടി ഓൺലൈൻ അങ്ങനെ ഞാൻ ചെയ്ത് ഇൻ്റർവ്യൂവിന് സെലക്ഷനായി. അങ്ങനെ ഞാൻ കഴിഞ്ഞ നവംബറിലാണ് അയർലൻഡിലേക്ക് പോയത്. ഇപ്പം ലീവിന് വന്നിരിക്കുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള അടുത്ത സാക്ഷ്യം, ഞങ്ങൾ ഒരു തറവാട് വീടാണ് ഞങ്ങളുടെ. ഒത്തിരി അംഗങ്ങളുണ്ട്, അപ്പൻ, അമ്മ, അപ്പച്ചൻ്റെ പെങ്ങൾ. അപ്പോൾ ഒരു പഴയ വീടാണ്. അപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പം അതിന് ഞങ്ങൾക്ക് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീട് അനുവദിച്ചു. അപ്പോൾ വീട് അനുവദിച്ചിട്ട് നമുക്കതിനകത്ത് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട്. അങ്ങനെ അതിൻ്റെ പണി പൂർത്തിയായ ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കി തന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ വീട് നന്നായിട്ട് ഞങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിൽ ഞങ്ങൾക്ക് ആ വീട് ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ആ വീട് പണി മാതാവ് പൂർത്തിയാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പം ഇതുപോലെ തന്നെ ഈ വീട് പണി തുടങ്ങിയ സമയത്ത് ആൾക്ക് ഒരു വീടിൻ്റെ സെൻസ് ഇടുമ്പോൾ ആൾ വീണിട്ട് എല്ലാവരും ചോദിച്ചു ഈ വീണ ആൾ എങ്ങനെ എഴുന്നേറ്റ് വന്നു എന്ന്. ആ ആൾ തന്നെ ആ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നത്. കാരണം ഒരു ഷോൾഡറിന് ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ ആൾക്ക്. ഒരു കോളർ ഇടേണ്ട ഒരു ഇത് മാത്രമേ വന്നുള്ളൂ. 1.5 മാസം റെസ്റ്റ് എടുക്കേണ്ട വന്നു. കാരണം ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഹസ്ബൻഡിനെ രക്ഷിച്ചത്. അങ്ങനെ എല്ലായിടത്തും മാതാവിൻ്റെ ഒരു സംരക്ഷണം എനിക്കുണ്ട്. എവിടെ പോയാലും എന്ത് കാര്യത്തിന് പോയാലും ഞാൻ മാതാവിൻ്റെ കൊന്ത, കാശുരൂപം എല്ലാം കൊണ്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ മകനും വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് രക്ഷിച്ചു. അവന് ഈ സൈക്കിളൊക്കെ കൊണ്ട് പോകുമ്പോൾ അവന് പെട്ടെന്ന് ഇതുപോലെ തന്നെ ഭയങ്കര സ്പീഡിലാണ് സൈക്കിളും കൊണ്ട് പോണേ. അപ്പോൾ ഒരു കാറ് വന്ന് ഇവൻ ഇടിക്കേണ്ടതായിരുന്നു ശരിക്കും. പക്ഷേ ആ ചേട്ടൻ ഇന്നും പറയണു ഇവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര അത്ഭുതമാണ്. കാരണം ആ ചേട്ടൻ അന്ന് ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ മോൻ്റെ കാര്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് ആ ചേട്ടൻ ഇപ്പോഴും പറയും. അപ്പം എവിടെയായാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം അതെനിക്ക് എല്ലാ കാര്യത്തിലും, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഭയങ്കര ഛർദി, ഈ വയറുവേദന. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല. വയറിങ്ങനെ വീർത്ത് വരും, ഛർദിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ബോധം കെട്ട് വീഴും. എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വീണ് പോവും. ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ട്രിപ്പ് ഇട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കണം, ചെക്കപ്പ് ചെയ്ത് നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനത് കൂടുതൽ ചെക്കപ്പിന് പോയില്ല. ഈ മാതാവിൻ്റെ തൈലം, തേന്, ഉപ്പ് ഇതെല്ലാം ഉപയോഗിച്ച് അങ്ങനെ അത് മാറി. ഇന്ന് വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പ്രേക്ഷിത പ്രവർത്തികൾ, ഞാൻ എൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന, പ്രായമായവരെ വന്ന് നോക്കുന്ന. അപ്പം ഞാൻ ഓഫുള്ള ദിവസം അവിടെ പോയി അവരെ നോക്കും. അവരെ കുളിപ്പിക്കാനുള്ളവരെയൊക്കെ കുളിപ്പിക്കും, മുടി വെട്ടാനും നഖം വെട്ടിക്കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന അടുത്തുള്ളവരെയൊക്കെ ഞാൻ അങ്ങനെ സഹായിക്കും. എൻ്റെ സാലറിയിലുള്ളതനുസരിച്ച് ഞാൻ സഹായിക്കും. ആവശ്യമുള്ളവരെയൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് നമുക്ക് നമ്മുടെ പണ്ടത്തെ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിശുദ്ധ കുർബാനയായാലും അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന ജപമാലയായാൽ പോലും ഞാൻ മുട്ടുകുത്തി നിന്ന് തന്നെയാണ് ജപമാല എപ്പോഴും ചെല്ലുന്നത്. കാരണം അത് നമുക്കത് മുട്ടുമ്മ നിന്ന് തന്നെ ചെല്ലാനുള്ളൊരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനയും ബൈബിൾ വായനയും പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. എങ്കിൽ പോലും ഞാൻ ഇന്നും എപ്പോഴും അച്ഛൻ്റെ ഓരോരോ ധ്യാനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും.
അപ്പം അതൊക്കെ എനിക്കൊരു ആത്മീയമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛൻ്റെ ഈ ധ്യാനം ഭയങ്കര ഒരു ഇതാണ്, പ്രചോദനമാണ്. എന്ത് കാര്യത്തിനും എന്ത് പ്രശ്നത്തിനും അച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ് ഞാൻ അതിനൊരു ഇത് കാണുന്നത്. എല്ലാത്തിനും എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങളും ഞാൻ ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, തിരുക്കുമാരനും ഒരുപാട് നന്ദി.